എന്നാണ്ട് വിശേഷം? എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഇന്നത്തെ വീഡിയോയിൽ ഞാനാണെങ്കിൽ എൻ്റെ അമ്മ വീട്ടിലേക്കൊന്ന് ജസ്റ്റ് ഒന്ന് ചുമ്മാ പോവാ കേട്ടോ. അപ്പോൾ അവർക്കൊക്കെ നമ്മുടെ ആക്സലിനെ കാണാൻ വേണ്ടിയിട്ട് അപ്പച്ചനും അമ്മച്ചിക്കൊക്കെ കുറേ നാളായിട്ട് കാത്തിരിക്കുവാണ്. അപ്പം നമുക്ക് സമയം കിട്ടിയപ്പോൾ നമ്മൾ വിചാരിച്ചു ഒന്ന് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. ആക്സലാണെങ്കിൽ എവിടെയെങ്കിലും പോകാമെന്ന് പറഞ്ഞാൽ പിന്നെ അവന് നിൽക്കപ്പുറതില്ല, പോകാണ്ട് അവന് പിന്നെ സമാധാനമില്ല. നമ്മൾ ഏത് നേരം വലിച്ചുകൊണ്ടേ ഇരിക്കും. പോകാം പോകാമെന്ന് പറഞ്ഞിട്ട് അവനെ എല്ലായിടത്തും ഇങ്ങനെ പോകാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ നമ്മളവിടെ വീട്ടിൽ നിന്ന് ഇറങ്ങി കേട്ടോ. വീടിൻ്റെ അടുത്തുള്ള ഒരു അമ്പലമാണിത് കേട്ടോ. അവിടെ ഉത്സവമാണ്. അപ്പോൾ അവിടെ പൊങ്കാല അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ വൈകുന്നേരമാണ് പോകുന്നത്, രാത്രിയിലാണ് അവിടെ പരിപാടികളൊക്കെ ഉള്ളത് കേട്ടോ. പൊങ്കാലയൊക്കെ പിറ്റേ ദിവസമാണുള്ളത്. അപ്പോൾ നമ്മൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. വീടിനടുത്ത് തന്നെയാണ്, വലിയ ദൂരമൊന്നുമില്ല. ഒരു 10 മിനിറ്റ് 10-15 മിനിറ്റ് അത്രയേ ഉള്ളൂ മാക്സിമം. അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് നല്ല അടിപൊളി ഒരു പുഴയൊക്കെ ഉണ്ട്. ഇന്നാൾ നമ്മൾ പെരുന്നാളിന് പോയില്ലേ, ആ ഒരു വീഡിയോ കണ്ടവർക്കറിയായിരിക്കും. ആ ഒരു വഴിക്കാണ് കേട്ടോ. ആ വഴി കൂടിയാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നമ്മളവിടെ എത്തിയപ്പോഴത്തെ ആ പള്ളിയുടെ അവിടെ എത്തിയപ്പോഴത്തേനും കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് അവിടെ നമ്മൾ നിർത്തി കേട്ടോ. അപ്പോൾ നമ്മുടെ പള്ളിയും ആ പെരുന്നാൾ നടന്ന സ്ഥലമൊക്കെയാണ് ഇത്. അന്ന് പിന്നെ രാത്രി ആയതുകൊണ്ട് അധികമൊന്നും മനസ്സിലായി കാണത്തില്ലല്ലേ. അതപ്പോൾ അതാണ് നമ്മുടെ പള്ളി, അവിടെ തന്നെ ഉണ്ട് കണ്ടോ. ഇതാണ് നമ്മുടെ പള്ളി. നല്ല എല്ലാവരും പെരുന്നാളിന് വരുന്നൊരു പള്ളിയാണ് കേട്ടോ ഇത്. ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എല്ലാവരും തന്നെ വരുന്ന ഒരു പെരുന്നാളാണ് ഇവിടുത്തെ പെരുന്നാൾ കേട്ടോ. ഇത് ഫേമസ് ആയിട്ടുള്ളൊരു പള്ളിയാണ് നമ്മുടെ ഇവിടുത്തെ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വെച്ച് പിടിക്കുകയാണ് കേട്ടോ. ഇനി ഇതാണ് നമ്മുടെ പ്രധാന ഹൈലൈറ്റ് ഉള്ളത്. അതായത് ഇതൊരു പുഴയാണ് കേട്ടോ. അപ്പോൾ ഈ പെരുന്നാളിന് പണ്ട് ഞാനൊക്കെ ചെറുതായിരിക്കുന്ന സമയത്ത് നമ്മൾ അമ്മ വീട്ടിൽ നിന്ന് ഇങ്ങനെ നടന്നാണ് ഈ പെരുന്നാളിന് വരുന്നത് കേട്ടോ. അന്നേരം പാലമൊന്നുമില്ല. നമ്മൾ എന്താണ് ചെറിയ ഇങ്ങനെ കവുങ്ങ് കൊണ്ടുണ്ടാക്കുന്ന പാലമൊക്കെ ഇല്ലേ, അതുപോലത്തെ പാലമൊക്കെ അതുപോലത്തെ പാലത്തിൽ കൂടിയായിരുന്നു നമ്മൾ ഈ പെരുന്നാളിന് വന്നുകൊണ്ട് ഇരുന്നത് കേട്ടോ. അതൊക്കെ ഭയങ്കര ഓർമ്മയാണ്. ഭയങ്കര ഒരു ഇതായിരുന്നു കേട്ടോ. നമ്മുടെ ചെറുപ്പത്തിലെ വലിയൊരു ആഘോഷമൊക്കെ ആയിരുന്നു ഈ പള്ളിയിലെ പെരുന്നാളും. ഭയങ്കര പിന്നെ പെരുന്നാളിന് വന്നിട്ട് ബലൂണ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് തിരിച്ച് ഈ പുഴ കടന്നു പോകുന്നതൊക്കെ ഭയങ്കര ഓർമ്മയാണ്. നമുക്കെല്ലാവർക്കും അങ്ങനെ ആയിരിക്കും. നമ്മുടെ ചെറുപ്പത്തിലെ സംഭവങ്ങളൊക്കെ ഭയങ്കര ഇതായിരിക്കുമല്ലോ, നൊസ്റ്റാൾജിയ. അപ്പോൾ ഒരു സൈഡിൽ ഭയങ്കര വെള്ളവും പിന്നെ ഇപ്പുറത്തെ സൈഡിലേക്ക് അതില്ല കേട്ടോ. ഇതിങ്ങനെ അണക്കെട്ട് പോലെ ഇങ്ങനെ ആണ് ഈ സംഭവം ഉള്ളത്. അപ്പം ഇപ്പോൾ ഇപ്പുറത്തെ സൈഡിലുണ്ട് പുല്ലൊക്കെയാണ് കേട്ടോ, വലിയ അധികം വെള്ളമൊന്നുമില്ല. അപ്പോൾ ആക്സലിന് വെള്ളം കണ്ടിട്ട് ഭയങ്കര സന്തോഷം, കാരണം അവൻ അതിനകത്ത് കല്ലിടണം ഇലയിടണം എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ബഹളമാണ്. ആക്സലിന് വെള്ളമൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ വെള്ളം കാണാനും വെള്ളത്തിലിറങ്ങി കളിക്കാനൊക്കെ. അപ്പോൾ നമ്മളധികം അതങ്ങോട്ട് പ്രോത്സാഹിപ്പിക്കാറില്ല, കാരണം നമുക്ക് പേടിയാണല്ലോ. അപ്പോൾ അങ്ങനെയാണ്. ഇത് നല്ല രസമാട്ടോ. ഇവിടെയൊക്കെ ഭയങ്കര ഫോട്ടോഷൂട്ടുകളൊക്കെ നടക്കുന്ന സ്ഥലമാണ്. അത് നല്ല ഇതാട്ടോ ഇവിടുന്ന് കാണാൻ വേണ്ടിയിട്ട്. കുറേ പേരുടെ കല്യാണത്തിനും സേവ് ദ ഡേറ്റ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഷൂട്ട് ചെയ്യുന്ന സ്ഥലമാണ് ഇത് കേട്ടോ. അപ്പോൾ ഇത് ക്യാമറയിലൊക്കെ വരുമ്പോൾ കാണാൻ നല്ല രസമാണ്. എഡിറ്റൊക്കെ ചെയ്ത് വരുമ്പോഴത്തേനും നല്ല അടിപൊളിയാണ് ഈ സ്ഥലം കാണാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ നമ്മുടെ അമ്മ വീട്ടിലേക്ക് വെച്ച് പിടിക്കുവാണ്. ഇവിടുന്ന് ഒരു 5 മിനിറ്റേ ഉള്ളൂ, എത്തി ഏകദേശം 5 മിനിറ്റേ ഉള്ളൂ കേട്ടോ. നമ്മളിപ്പോൾ അങ്ങോട്ട് എത്തുന്ന വഴിക്ക് അവിടെ വേറൊരു പള്ളിയും കൂടി ഉണ്ട് കേട്ടോ. ഇതിൻ്റെ അടുത്ത് തന്നെ വേറൊരു പള്ളിയും കൂടി ഉണ്ട്. 2 പള്ളിയുണ്ടോ ഈ സ്ഥലത്ത്. അപ്പോൾ അത് നമുക്ക് കാണിക്കാൻ പറ്റിയില്ല. ഇതെന്ന് പറയുന്ന ഒരു പുതിയ പള്ളി കേട്ടോ. ചാവറയച്ചൻ്റെ പള്ളിയാണിത്. ഇത് പുതിയ പള്ളിയാണ്. അപ്പോൾ നല്ല രസമുള്ള പള്ളിയാണ്. ഇവിടെ വെച്ചിട്ടായിരുന്നു എൻ്റെ ഒരു കസിൻ്റെ ആദ്യ കുർബാന സ്വീകരണമൊക്കെ ഉണ്ടായിരുന്നു. അന്ന് ഇത്രയും ഇത് പണി കഴിഞ്ഞില്ലായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ നല്ല റോഡൊക്കെ ഇങ്ങോട്ടുള്ള റോഡ് അടിപൊളിയാക്കിയിട്ടുണ്ട് ഇപ്പം കേട്ടോ. പക്ഷേ എന്താണ് നമ്മൾ അവിടെ എത്തി കേട്ടോ. അവിടെ പല പല സംഭവങ്ങൾ അവർ വർത്തമാനം പറഞ്ഞു, ചക്കയൊക്കെ കഴിച്ചു. ഇതൊക്കെ കഴിഞ്ഞ് അതൊന്നും നമുക്ക് എടുക്കാൻ പറ്റിയില്ല കേട്ടോ. നമ്മൾ അവിടെ ചെന്നപ്പോഴത്തേനും വീഡിയോൻ്റെ കാര്യമൊക്കെ അങ്ങോട്ട് മറന്നുപോയി. അങ്ങനെ നമ്മൾ ഏകദേശം ഒരു 6:30 ആകുന്ന സമയത്തേന് വീട്ടിലോട്ട് തിരിച്ചെത്തി കേട്ടോ. അവിടെ എത്തിയപ്പോഴത്തേനും വീഡിയോ എടുക്കേണ്ട കാര്യമൊക്കെ മറന്നുപോയി. അപ്പം ചെറിയൊരു വീഡിയോ ആയിരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, നമ്മൾ സപ്പോർട്ട് ചെയ്യണം. അപ്പം നമുക്ക് പുതിയൊരു വീഡിയോ ഇട്ട് കാണാം കേട്ടോ. ചെറിയൊരു വീഡിയോ ആയിരുന്നു. അവിടെ എത്തിയപ്പോഴത്തേനും വീഡിയോൻ്റെ കാര്യമേ മറന്നുപോയി. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.